മുഖ്യമന്ത്രി പ്രണബ് മുഖർജിയുടെ മകൻ എന്ന നിലയിലല്ല, ജാംഗിപ്പൂരിലെ ജനപ്രിയ പ്രതിനിധി എന്ന നിലയിലാണ് അഭിജിത്ത് മുഖർജി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറായിരുന്ന അഭിജിത്ത് മുഖർജി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ജനറൽ മാനേജർ സ്ഥാനം രാജിവെച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. സ്വന്തം നാടായ ബീർഭൂമിലെ നൽഹാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു കന്നി അംഗം. ഒരു വർഷത്തിന് ശേഷം ജംഗിപ്പൂർ ലോക്സഭയിലെ ഉപതെരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് അഭിജിത്ത് മുഖർജി നിയോഗിച്ചു. പ്രണബ് മുഖർജി 1 ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ച മണ്ഡലത്തിൽ 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ചാണ് അഭിജിത്ത് കടന്നുകൂടിയത്. 42,000 വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിയും 20,000 വോട്ട് നേടിയ SDP-യുമാണ് പരമ്പരാഗത വോട്ട് ബാങ്ക് ഒന്നടങ്കം തൂത്തുവാരുന്നതിൽ നിന്ന് കോൺഗ്രസിനെ തടഞ്ഞത്. ഇത്തവണയും വെൽഫെയർ പാർട്ടി ശക്തമായ രംഗത്തുണ്ട്. बेंगलोर और केरला बहुत जगह में वो काम करने जा रहा था. ये इंडस्ट्री हो जाएगा तो बहुत लोग का काम मिल जाएगा, तो वो नहीं हुआ. ദാരിദ്ര്യം മുഖമുദ്രയായ ഈ പ്രദേശത്ത് പ്രണബ് മുഖർജി നടപ്പാക്കിയ വികസനമാണ് അഭിജിത്തിന്റെ തുരുപ്പുചീട്ട്. റോഡുകൾ, ഭക്ഷ്യസംസ്കരണശാല, ഗംഗാനദിയിലെ കരയിലെ മണ്ണിടിപ്പ് തടയാനുള്ള പദ്ധതി തുടങ്ങിയവയെക്കുറിച്ച് അഭിജിത്ത് മുഖർജി വാചാലനാണ്. പക്ഷേ തൊഴിലില്ലായ്മയും കുടിവെള്ളവും വൈദ്യുതിയും അടക്കമുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾക്ക് പ്രധാനം. തൃണമൂൽ കോൺഗ്രസുമായുള്ള ധാരണയായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തുണയായത്. ഇത്തവണയാകട്ടെ തൃണമൂൽ ശക്തമായ രംഗത്തുണ്ട്. ജംഗിപ്പൂരിൽ നിന്നും ക്യാമറാമാൻ സനോജ് കുമാർ വെപ്പൂരിനൊപ്പം D. ശ്രീജിത്ത്, മീഡിയ 1.